Hello everyone. So in this video നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സെറ്റ് പിന്നെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പം സെറ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് 1 സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് സെറ്റ് 1-നകത്ത് എന്തുണ്ട്, കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് 2-നകത്ത് എന്തുണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ സെറ്റ് 1-നെയും സെറ്റ് 2-നെയും കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് 1 സെറ്റ് 2. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി, സെറ്റ് 1-ഉം സെറ്റ് 2-ഉം കൂടെ കമ്പൈൻ ആവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഒരു വേരിയബിളോട്ട് അസൈൻ ചെയ്യണം. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞ വേരിയബിളോട്ട് അസൈൻ ചെയ്തു. അസൈൻ ചെയ്തതിന് ശേഷം ഞാനിത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. പ്രിന്റ് മോഡ്. ഓക്കെ, അത് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് 1-ഉം സെറ്റ് 2-ഉം കൂടെ അസൈൻ ചെയ്തിട്ടുള്ള ഒരു എന്ത് കിട്ടും, പുതിയ സെറ്റ് കിട്ടും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ സെറ്റ് 1-ഉം സെറ്റ് 2-ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വാല്യൂസ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് 1-ഉം സെറ്റ് 2-ഉം കൂടെ കമ്പൈൻ ഇവിടെ രണ്ട് പ്രണവം വരും അല്ലേ, പക്ഷെ ഇവിടെ ഒരു പ്രണവം ഇല്ലു. ഓക്കെ, അങ്ങനെ ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്താണ് സബ്ട്രാക്ട് ചെയ്യണ കേസ്. അതായത് ഇപ്പോൾ എനിക്ക് സെറ്റ് 1-ന് സെറ്റ് 2-ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ സിമ്പിൾ ഒന്ന് മാറ്റിയാൽ മതി, സബ്ട്രാക്ട് സിമ്പിൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വാല്യൂ മാത്രം കിട്ടി. ഓക്കെ, കാരണം ഇവിടെ രണ്ടും കോമൺ ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം നമ്മളിവിടെ എന്ത് ചെയ്തു, എടുത്തെഴുതി. ഓക്കെ, അപ്പം ഇത് അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, സെറ്റ് 1-നകത്ത് സെറ്റ് 1-നെയും സെറ്റ് 2-നെയും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ നമുക്ക് കിട്ടി. അടുത്തതാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. അതായത് നമ്മൾ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് സെറ്റ് 1 സെറ്റ് 2. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് 2-നകത്തുള്ള എല്ലാ വാല്യൂസും നമുക്ക് എവിടെ കാണാം, സെറ്റ് 1-നകത്ത് കാണാം. ഓക്കെ, വിച്ച് മീൻസ് സെറ്റ് 2 എന്ന് പറയുന്നത്, ഓക്കെ, വിച്ച് മീൻസ് സെറ്റ് 1 എന്ന് പറയുന്നത് സെറ്റ് 2-ന്റെ എന്താണ്, സൂപ്പർ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് 1 ആണ് എന്ത്, സൂപ്പർ സെറ്റ്. കാരണം സെറ്റ് 2-നകത്തുള്ള എല്ലാ വാല്യൂസും എവിടെയുണ്ട്, സെറ്റ് 1-നകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൂപ്പർ സെറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ്, ട്രൂ ആ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രൂ വന്നത്, കാരണം ഇവിടെ സെറ്റ് 1 സെറ്റ് 2-ന്റെ സൂപ്പർ സെറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ലിസ്റ്റ് ആണ്. നമുക്ക് ഈ സെറ്റിനെ എന്ത് ചെയ്യാം, ലിസ്റ്റ് ആക്കാം. അതായത് ഇത് നമുക്ക് വേണ്ട, എനിക്കിപ്പോൾ സെറ്റ് 1-ന്റെ ലിസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ഓഫ് സെറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് 1-ന്റെ ലിസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് പ്രശ്നം, ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, ലിസ്റ്റ് കിട്ടി, സെറ്റ് 1-ന്റെ ലിസ്റ്റ് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, ജസ്റ്റ് അതേ സെറ്റിനെ അവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ് അല്ലേ, ലിസ്റ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ഞാനിവിടെ ഈ ഒരു സൗബിൻ എന്ന് പറഞ്ഞ വാല്യൂ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ പോവാം. ഓക്കെ, ഞാനിങ്ങനെ വാല്യൂ എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. ഇനി ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, ഇവിടെ പക്ഷെ എന്താണ്, ഒരു സൗകര്യമേ ഉള്ളൂ, പക്ഷെ ഇവിടെ എന്തുണ്ട്, രണ്ട് സൗകര്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു സെറ്റിന്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരിക്കലും എന്തില്ല, റെപ്യൂട്ടേഷൻ വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് എടുക്കാം. സെറ്റ് 2-ന്റെ ലിസ്റ്റ് ഇതുപോലെ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത്, സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഫങ്ഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടാണ്, പക്ഷെ എങ്കിൽ കൂടി നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പോവാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് കോളിംഗ് ഒരു ഫങ്ഷൻ ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഫങ്ഷന് കോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടാണ് ആക്ച്വലി, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് രണ്ട് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ, നെയിം ഏജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ആർഗ്യുമെന്റ് എന്ത് ചെയ്യും, നേരെ ഈ പാരാമീറ്ററിലോട്ട് എത്തും. ഓക്കെ, അങ്ങനെ ആ പാരാമീറ്ററിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ്,
നേരെ ഉള്ളിലോട്ട് വരും, ഉള്ളിൽ ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാറ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇങ്ങനെ വന്നു കണ്ടോ? ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സെന്റൻസ് അവിടെ പ്രിന്റ് ആയി കിട്ടുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് ഫംഗ്ഷൻ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് റിട്ടേൺ. അതായത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റുക, റിട്ടേൺ ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്തുണ്ട്, ഒരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, ഈ പാരാമീറ്റർ ഈ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഞാനൊരു ആർഗ്യുമെന്റ് ഈ പാരാമീറ്ററിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പ്രിന്റ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്? നെയിമും റിട്ടേൺ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഇൻഡിജറും റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെയിം നമുക്ക് എന്താണ്, ഇവിടെ ഓൾറെഡി ഉള്ളതാണ്, ഇൻഡിജറും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ കൊടുത്ത കാര്യം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് 2 വാല്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ങനെയാണ് നമ്മളുടെ ഇത് പ്രിന്റ് ചെയ്യുക. ഓക്കെ, റിട്ടേൺ ചെയ്യുക, ഫംഗ്ഷനകത്ത് റിട്ടേൺ ചെയ്യുക. ഓക്കെ ഫൈൻ. ഇനി അടുത്തത്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സ്കോപ്പ്. ഓക്കെ, ഫംഗ്ഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ, ഓക്കെ, ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഞാൻ ഈ ഫംഗ്ഷന് പുറത്തായിട്ടാണ് ഈ നെയിം കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫംഗ്ഷന് പുറത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നെയിം കൊടുക്കുകയാണ്. എന്താണ് നെയിം ഈക്വൽസ് സംഗീത എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുറത്ത് ഒരു വേരിയബിൾ ഞാൻ കൊടുത്തു. പുറത്ത് വേരിയബിൾ കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പൊ നെയിം ഇവിടെയാണ് അല്ലേ, നെയിം ഇവിടെയാണ്. ഞാൻ ഈ നെയിം ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. പ്രിന്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്താണ് 2 പ്രാവശ്യം ആ നെയിം പ്രിന്റ് ആയില്ലേ. കാരണം ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. അത് കൂടാതെ ഓക്കെ, ഇവിടെ അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്താണ്, ഈ ഫംഗ്ഷൻ വർക്ക് ആവും. ഈ ഫംഗ്ഷൻ വർക്ക് ആയി കഴിഞ്ഞ് ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യും. ഇത് കൂടാണ്ട് ഞാൻ ഈ ഫംഗ്ഷന് പുറത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നെയിമിന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 നെയിം ഫംഗ്ഷനകത്തും പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷന് പുറത്തും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ വേരിയബിൾ ഇവിടെ ഗ്ലോബലി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷന് പുറത്താണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, എന്റെ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വേരിയബിൾ എന്താണ്, ഗ്ലോബൽ വേരിയബിൾ ആണ്. കാരണം ഗ്ലോബലി, അതായത് ത്രൂ ഔട്ട് നമ്മുടെ കോഡിന് എവിടെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഫംഗ്ഷനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ കിട്ടും. ഫംഗ്ഷന് പുറത്തും ഇവിടെ ഫംഗ്ഷന് പുറത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്ലോബൽ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം ഞാൻ ഈ ഒരു വേരിയബിളിനെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, പുറമേ ഉണ്ടായിരുന്ന വേരിയബിളിനെ ഫംഗ്ഷന് ഉള്ളിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, നമുക്ക് കണ്ടോ ഒരു എറർ വന്നു. എന്താ ഇവിടെ പറയുന്നത്, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്, എവിടെ, പ്രിന്റിനകത്ത്. അതായത് ഈ ഫംഗ്ഷൻ ഈ വേരിയബിൾ ഫംഗ്ഷനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതെന്തായി, അതൊരു ലോക്കൽ വേരിയബിൾ ആയി. ഓക്കെ, ഫംഗ്ഷന് അകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പ്രിന്റ് ഉണ്ടോ, ഈ നെയിം ഇവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വേരിയബിൾ കിട്ടത്തുള്ളൂ. അതേസമയം ഈ ഫംഗ്ഷന് പുറത്ത് നമ്മൾ ഈ വേരിയബിൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യില്ല, ഈ നെയിമിനകത്ത് നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ് കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ഗ്ലോബൽ വേരിയബിൾ, ഒന്ന് ലോക്കൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് ഫംഗ്ഷന് പുറത്താണ് നമ്മൾ എഴുതുക. ആ കോഡിന്റെ എവിടെ വിളിച്ചാലും നമുക്ക് എന്ത് കിട്ടും, ആ ഗ്ലോബൽ വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.
അതേസമയം ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് അകത്തായിരിക്കും ഉണ്ടാവുക. അത് ആ ഫംഗ്ഷന് അകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എന്ത് വേരിയബിളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ. നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെസ്റ്റ് അല്ലെ, അതായത് ഒരു ഫംഗ്ഷന് ഉള്ളിലായിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഓക്കെ, അങ്ങനെ ഉള്ളിലോട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഔട്ടർ ഫംഗ്ഷൻ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഈ ഔട്ടർ ഫംഗ്ഷൻ എന്തുണ്ട്, ഒരു പാരാമീറ്റർ ഉണ്ട്, സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട് അല്ലെ. കോൾ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ആർഗ്യുമെന്റ് പാസ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്. ആ ഇന്നർ ഫംഗ്ഷനകത്ത് എന്തുണ്ട്, ഒരു പാരാമീറ്റർ ഉണ്ട്, വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ സെന്റൻസ് എന്ന് പറഞ്ഞ പാരാമീറ്ററിന്റെ ആർഗ്യുമെന്റ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ, ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ വേർഡിന്റെ ആർഗ്യുമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ഇല്ല അല്ലെ. അതെങ്ങനെ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. ഓക്കെ, അതിനകത്തോട്ട് നമ്മൾ എന്താ ചെയ്തത്, ഈ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹൗ ആർ യു എന്ന് പറഞ്ഞ സെന്റൻസ്, അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഈ സ്പ്ലിറ്റ് വെച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ സ്പേസ് വരുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യും, ആ സെന്റൻസ് കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമുക്ക് വേർഡുകളായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെന്റൻസിന് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പാണ്, നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ 4 വേർഡ്സിലെ ഓരോ വേർഡുകളെയും എന്ത് ചെയ്യാണ്, ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ 4 വേർഡ് ഇൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ കിട്ടുന്ന ഓരോ വേർഡിനെയും ഞാൻ എന്ത് ചെയ്തു, ഇന്നർ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അതായത് ആ ഓരോ വേർഡുകളും എന്ത് ചെയ്തു, ആർഗ്യുമെന്റ് ആയിട്ട് ഞാൻ ഇവിടെ പാസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്, ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഇന്നർ ആയിട്ട് വേറൊരു ഫംഗ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൗ ആർ യു കണ്ടോ, 3 സെപ്പറേറ്റ് വേർഡുകളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ അകത്ത് വേറൊരു ഫംഗ്ഷൻ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഈ നെസ്റ്റഡ് ഫംഗ്ഷന്റെ അണ്ടറിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അതായത് ഔട്ടർ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്തു. എങ്കിൽ കൂടി ഔട്ടർ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തതിന് ശേഷവും ഇന്നർ ഫംഗ്ഷന് ഔട്ടർ ഫംഗ്ഷന്റെ വാല്യൂസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഔട്ടർ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തതിന് ശേഷവും ഇന്നർ ഫംഗ്ഷന് ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഇപ്പോൾ ഞാനിവിടെ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ, ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് ഞാൻ x=15 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലായിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്, പാരാമീറ്റർ ഉണ്ട്, y എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെ റിട്ടേൺ ചെയ്യുമ്പോൾ x+y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രിമെന്റും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻക്രിമെന്റ് ഈക്വൽ ടു കൗണ്ടർ. അതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. ഓക്കെ, അതായത് നമ്മുടെ ഔട്ടർ ഫംഗ്ഷൻ വിളിക്കും. ഔട്ടർ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, x=15 ആണല്ലോ. അതെ, അപ്പൊ ഈ കൗണ്ടർ വിളിച്ചപ്പോൾ നേരെ ഇങ്ങോട്ട് പോയി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ x=15 ആണ്. അതിനുശേഷം നേരെ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് വന്നു. അപ്പൊ ഇവിടെ എന്തായി, ഇൻക്രിമെന്റ് y ആണ് അല്ലെ.
പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല, വൈൻ്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്, ഓക്കെ, ജസ്റ്റ് അവിടെ അതന്നെ ഇരുന്നോട്ടെ അല്ലെ. നേരെ ഉള്ളിലോട്ട് വന്നു. അപ്പൊ എന്താ, ഇവിടെ എക്സ് നമുക്കറിയാം എന്താണ് 15 ആണ്. സോ 15 പ്ലസ് വൈ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. ഓക്കെ, അങ്ങനെ 15 പ്ലസ് വൈ റിട്ടേൺ ചെയ്ത് എവിടെ എത്തി, ഈ എവിടെ എത്തി, ഈ കൗണ്ടർ വിളിക്കുന്നതിന്റെ, അപ്പൊ ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് എന്ത്, 15 പ്ലസ് വൈ എന്നുള്ളത് അല്ലെ. ഓക്കെ, അതെന്ത് ചെയ്തു നമ്മള്, വേറൊരു വേരിയബിൾ ഇൻക്രിമെന്റ്, നമുക്ക് എന്ത് വേരിയബിൾ ആവാട്ടോ, എന്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ പേര് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് എന്ത് ചെയ്തു, ഞാൻ ആ വാല്യൂ ഒന്ന് അസൈൻ ചെയ്തു. അതായത് അപ്പോൾ ഈ ഇൻക്രിമെന്റിന് എന്താ ഉള്ളത്, 15 പ്ലസ് വൈ ആണുള്ളത്. ഓക്കെ, 15 പ്ലസ് വൈ. ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻക്രിമെന്റ് തന്നെ കൊടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, എന്ത് വേരിയബിൾ കൊടുക്കാം. ഓക്കെ, എന്ത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹലോ ഹലോ എന്നുള്ള വേരിയബിൾ കൊടുക്കാം. ഓക്കെ, പക്ഷെ എന്താ, നമ്മൾ ഇവിടെയുള്ള വേരിയബിൾ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണം മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഹലോ എന്ന് പറഞ്ഞ ഇവിടെ എത്തി, കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് എന്താണ്, 15 പ്ലസ് വൈ ആണ്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഈ വേരിയബിൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനകത്താണ് നമ്മൾ ആ വൈ എന്ന് പറയുന്ന പാരാമീറ്ററിന്റെ ആർഗ്യുമെന്റ് എഴുതിയിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അതാണ് 5 അല്ലെ. 5 പ്ലസ് 15 എത്രയാണ്, 20 വന്നു. അതിനുശേഷം എന്താണ്, താഴോട്ട് പോയി. താഴോട്ട് പോകുമ്പോൾ എന്താ, ഇവിടെ എന്താണ് ഉള്ളത്, നമുക്ക് ഹെലോയിൽ എന്താ ഉള്ളത്, 15 പ്ലസ് വൈ ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, വൈന്റെ ആർഗ്യുമെന്റ് എന്താണ്, 10 ആണ്. അപ്പൊ അത് അവിടെ പാസ് ചെയ്തു. ഓക്കെ, നമുക്കിനി ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 20 25 എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. പ്രിന്റ് ഹലോ, ഹലോയിലോട്ട് ഞാൻ വേറൊരു വാല്യൂ അസൈൻ ചെയ്യാന്ന് വിചാരിക്കൂ. ഇപ്പൊ 3 ഞാൻ അസൈൻ ചെയ്തു. ഇത് നമുക്ക് ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 18 വന്നു. കാരണം എക്സ് എന്ന് എന്താണ്, 15 ആണ്. ഓക്കെ, 15 പ്ലസ് 3 ആണ്. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷവും അത് ക്ലോസ് ആയി. ഓക്കെ, കോൾ ചെയ്തു, അത് ക്ലോസ് ആയി. അതിന് ശേഷവും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്നർ ഫംഗ്ഷന് ഔട്ടർ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മളിവിടെ എത്ര പ്രാവശ്യം നമ്മൾ എന്താ പറയുക, ഇന്നർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ടർ ഫംഗ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ അഡീഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഫംഗ്ഷനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കി, എങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മൾ ഒരു അതുപോലെ റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുക, സ്കോപ്പ് അല്ലെ, ഒരു ഫംഗ്ഷന്റെ സ്കോപ്പ് എന്താണ് ഗ്ലോബൽ സ്കോപ്പ്, എന്താണ് ലോക്കൽ സ്കോപ്പ് എന്ന് കണ്ടു നമ്മൾ. അതുപോലെ തന്നെ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി, ആൻഡ് അവസാനം ക്ലോഷർ എന്താണ് കണ്ടു. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് കാര്യം. ഈ ക്ലോഷറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ ഈ അഡീഷന് പകരം എന്ത് ചെയ്യണം, എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ട് വാല്യൂസിനും മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സി യു.